നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ജില്ലയിൽ 2839 പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. തൃശൂരിൽ കത്തിക്കയറി കിറ്റ് വിവാദം. അഞ്ചേരിച്ചിറയിലെ അച്ചാർ കമ്പനിയിൽ വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകൾ LDF പ്രവർത്തകർ പിടികൂടി. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. LDF സ്ഥാനാർത്ഥി ഗീതാഗോപിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റായ മുൻ MLA CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. അസ്കർ മജീദിനാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണിരാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. ചെങ്ങന്നൂർ വളഞ്ഞുപാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് അപകടം. 6 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിശദാംശങ്ങളിലേക്ക്. കേരളം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടക്കും. ജില്ലയിൽ 2839 പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. തൃശൂർ, ഒല്ലൂർ, വടക്കാഞ്ചേരി, നാട്ടിക മണ്ഡലങ്ങളിലേക്കുള്ള വിതരണം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നടന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പുതുക്കാട്, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലേക്കും മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കയ്പമംഗലത്തേക്കും വിതരണം നടന്നു. P. ഭാസ്കരൻ മെമ്മോറിയൽ സ്കൂളായിരുന്നു കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രം. ചാലക്കുടി കാർമൽ കോളേജ്, മണലൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ, ഗുരുവായൂർ MRRM സ്കൂൾ ചാവക്കാട്, കുന്നംകുളം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂൾ എന്നിവയായിരുന്നു മറ്റ് വിതരണ കേന്ദ്രങ്ങൾ. 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ജില്ലയിൽ 25,32,715 വോട്ടർമാരാണ് ആകെയുള്ളത്. 12,28,118 പേർ പുരുഷന്മാരാണ്. 13,04,580 സ്ത്രീ വോട്ടർമാരും പട്ടികയിലുണ്ട്. 17 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നു. 10 പേർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഏറ്റവും കുറവ് നാട്ടികയിലാണ്. 3 പേരാണ് ഇവിടെ ജനവിധി തേടുന്നത്. മൊത്തം 13 മണ്ഡലങ്ങളിലായി 77 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 1321 കേന്ദ്രങ്ങളിലായി 2839 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 13,628 പോളിംഗ് ഉദ്യോഗസ്ഥർ നടപടികൾ നിയന്ത്രിക്കും. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും VVPAT മെഷീനുകളുടെയും കമ്മീഷനിംഗ് നേരത്തെ പൂർത്തിയായിരുന്നു. ഇവ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അനുവദിച്ചു. ജില്ലയിൽ ക്രമസമാധാന പാലനത്തിനായി 7500 പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധ സേനയും വിന്യസിച്ചു. 81 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പൊതുനിരീക്ഷകന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 61 മൈക്രോ ഒബ്സർവർമാരെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് നടപടികളും വെബ്കാസ്റ്റിംഗ് മുഖേന തത്സമയം നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് TCV. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വൻ സുരക്ഷയൊരുക്കി ചാവക്കാട് പോലീസ്. ഗുരുവായൂർ ACP V. സുരേഷ്, ചാവക്കാട് SHO NS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ 200-ൽ പരം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങളുണ്ടായാൽ ഉടൻ നടപടിയെടുക്കുന്നതിനായി ആംഡ് ഫോഴ്സിനെയും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ചാവക്കാട് SHO അറിയിച്ചു. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 ക്രിട്ടിക്കൽ ബൂത്തുകളാണുള്ളത്. പുത്തൻകടപ്പുറം, പുന്ന, കടപ്പുറം, എടക്കഴിയൂർ എന്നിവിടങ്ങളിലാണ് പ്രശ്നബാധിത ബൂത്തുകൾ. ഇവിടെ പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും. കേന്ദ്രസേന ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ടെന്നും SHO അറിയിച്ചു. തൃശൂരിൽ BJPക്കെതിരെ വീണ്ടും കിറ്റ് വിവാദം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അഞ്ചേരിച്ചിറ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മാവേലി നാച്ചുറൽ എക്സ്ട്രാക്ട്സ് എന്ന അച്ചാർ കമ്പനി കേന്ദ്രീകരിച്ചാണ് 100-ൽ പരം കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തത്. ഇതറിഞ്ഞ LDF പ്രവർത്തകർ വിതരണം തടഞ്ഞു. തുടർന്ന് പോലീസും തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അവിൻസ് വർക്കിയുടെ സഹോദരൻ അനീഷിന്റേതാണ് സ്ഥാപനം. തയ്യാറാക്കിയ കിറ്റുകൾ പലതവണ ടെമ്പോ ട്രാവലറിൽ സമീപത്തെ പത്തനാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിതരണം നടത്തിയെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. സംഭവം അറിഞ്ഞ് മുൻമന്ത്രി VS സുനിൽകുമാർ, CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തി. ജനാധിപത്യത്തെ കിറ്റും പണവും മറ്റും നൽകി അട്ടിമറിച്ച് കൃത്രിമ വിജയം നേടുവാനാണ് BJPയുടെ ശ്രമമെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ശക്തമല്ലാത്തതാണ് ഇത് ആവർത്തിക്കപ്പെടാൻ കാരണം. ഇതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിന് മറുപടി പറയണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു.
ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഇനിയും ഇത് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ തടയും. പക്ഷേ ഞങ്ങളല്ല തടയേണ്ടത്. തടഞ്ഞ് സംഘർഷം ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതെ ഇത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം. പോലീസും എല്ലാ സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ്, ഗവൺമെൻറ് കീഴിലല്ല. അപ്പോൾ പോലീസിനെ കൊണ്ടും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വ്യാപകമായ റെയ്ഡ് നടത്തി പോലീസ് ഇതിനകത്ത് നടപടി സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ, പോലീസല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത്. പോലീസ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്ന് കരുതിയിട്ട് പോലീസൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. പോലീസ് പൂർണ്ണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണ്. ഇലക്ഷൻ കമ്മീഷനാണ് നടപടി എടുക്കേണ്ടത്. അത് ഞങ്ങളിങ്ങനെ ഇറങ്ങി സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇലക്ഷൻ സുഗമമായി നടക്കണമെന്നും ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ സംഘർഷം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സമാധാനപരമായി കാര്യങ്ങൾ നടക്കട്ടെ. തൊഴിലുറപ്പ് പണം അടക്കം നൽകുന്ന കേസുകൾ ഇപ്പോൾ പാലക്കാട് അടക്കം ഉണ്ടാകുന്നു. അല്ല, പാലക്കാട് ശോഭ തന്നെ ജനാധിപത്യത്തിൻ്റെ ശോഭ കെടുത്താൻ ഇറങ്ങിയല്ലോ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശോഭ കെടുത്തുന്ന നമ്മുടെ ശോഭ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തേണ്ട ഉത്തരവാദിത്തം ആരെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്ന് തടയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഞങ്ങളുടെ പ്രവർത്തകർ വരുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്നലെ പെരിങ്ങോട്ടിൻ്റെ ഭാഗത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവിടെ പ്രാദേശികമായി സംഘർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവാണ്. ഇപ്പോൾ പിന്നെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്ന ആൾ പോയി പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സംഘർഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത് നടക്കില്ല ഈ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ എന്നൊരു തോന്നൽ എന്തുകൊണ്ട് BJPക്ക് ഉണ്ടാവുന്നില്ല? അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കിത് പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു സന്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൂടി ഇതിൽ പങ്കുണ്ടെന്ന്. എന്താ സംശയം? ജയിക്കുന്ന പിന്നെ സ്ഥാനാർത്ഥിക്ക് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാട്സാപ്പ് സന്ദേശം പ്രചരിപ്പിച്ചുവെന്നാരോപിച്ചാണ് അസ്ഹർ മജീദിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ അസ്ഹർ മജീദിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അഭിഭാഷകരായ K ജയചന്ദ്രൻ, M അരവിന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അരിയും മഞ്ഞൾപ്പൊടിയും പുഷ്പവും നാണയവും സമർപ്പിച്ച് വലിയ തമ്പുരാൻ അധികാരദണ്ഡ് ഏറ്റെടുത്തു. തുടർന്ന് ശൃംഗപുരം ശിവക്ഷേത്രത്തിലും പടാക്കുളം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നട തുറന്ന് വലിയ തമ്പുരാൻ ദർശനം നടത്തി. നെയ്ക്കിണ്ടി സമർപ്പിച്ചതോടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് 86-കാരനായ ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായത്. ചെങ്ങന്നൂർ വളഞ്ഞുപാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് 2 വാഹനങ്ങളും മറിഞ്ഞു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിലാണ് അപകടം. പുതിയതായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ വരകൾ മാർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന ലോറി ചക്ക കയറ്റി നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. പിക്കപ്പ് വാനിലെ തൊഴിലാളികൾ സമീപത്തെ പറമ്പിൽ ചക്കയിടാൻ പോയ സമയത്തായിരുന്നു അപകടം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് ആണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡിൽ വളവുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യതയുള്ളതായും ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എളനാട് ആലിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. എളനാട് സ്വദേശി നെടിയടത്ത് വീട്ടിൽ പവിൻ പ്രകാശനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ കുരിയാപ്പള്ളി അബ്ദുറഹ്മാനെയാണ് ആക്രമിച്ചത്. വലതുകൈക്ക് പരിക്കേറ്റ ഇയാൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ചാപ്പാറ സ്വദേശി നായിഫ് തന്നെ പിന്തുടർന്ന് വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അബ്ദുറഹ്മാൻ പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് നായിഫിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. 2018 പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് ആരോപിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു.
ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Tulips, every beauty solution under a single umbrella. ഹായ്, വിഷുവൊക്കെ അല്ലേ വരുന്നത്. നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി പരാതി. LDF ചാലക്കുടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KS അശോകനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ സനീഷ് കുമാർ 100ഓളം പേരുമായി താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തുകയായിരുന്നു. ഇത് ചട്ടലംഘനമാണെന്ന് കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുള്ളത്. വ്യാജ സർവേകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മണലൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വിവിധ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച വസ്തുതാവിരുദ്ധമായ ഇലക്ഷൻ സർവേകൾക്കെതിരെ KK അനീഷ് കുമാർ അഡ്വക്കേറ്റ് ചേലൂർ ശ്രീകുമാർ മുഖാന്തരം സമർപ്പിച്ച ഹർജിയിലാണ് അനുകൂല ഉത്തരവ്. UDF അധികാരത്തിൽ വന്നാൽ KP വത്സരൻ വധക്കേസിൽ പുനരന്വേഷണം നടത്തുമെന്ന് DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ പറഞ്ഞു. തന്റെ സഹോദരൻ മോഹനനെ കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ സെക്രട്ടറി KP അബ്ദുൽ ഖാദറിന് പങ്കുണ്ടെന്നും ഗോപപ്രതാപൻ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വത്സരൻ ആക്രമിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് CPM പ്രവർത്തകർ എത്തിച്ചത്. വത്സരൻ കൊലപാതകത്തിന്റെ ഗുണഭോക്താവാണ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നും ഗോപപ്രതാപൻ പറഞ്ഞു. UDF നേതാക്കളായ KV ഷാനവാസ്, KP ഉദയൻ, അരവിന്ദൻ പല്ലത്ത്, RV അബ്ദുറഹിമിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഭൗതിക ശരീരം വ്യാഴാഴ്ച വൈകിട്ട് 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ജൂബിലി മിഷൻ ആശുപത്രിയിലും തുടർന്ന് വൈകിട്ട് 6 മുതൽ മൈലിപ്പാടത്തുള്ള സഹോദരന്റെ ഭവനത്തിലും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൃശൂർ വ്യാകുലമാത ബസിലിക്കയിൽ നടക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാനുമായിരുന്നു. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1995 പൗരോഹിത്യം സ്വീകരിച്ചത്. 50-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മാർ ടോണി നിലങ്കാവിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞൂർ ജേസൺ കൂനംപ്ലാക്കൽ, മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃശൂരിന്റെ ആത്മീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു പുരോഹിത ശ്രേഷ്ഠനെന്നാണ് ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമാകുന്നത്. ധന്യമായ ആ ജീവിത വഴി അനേകർക്ക് മുന്നിലെ പ്രകാശഗോപുരമായിരുന്നു.
എഴുത്തുകാർക്കിടയിലെ വൈദികനും വൈദികർക്കിടയിലെ എഴുത്തുകാരനുമായിരുന്നു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. പ്രമേഹ രോഗത്തിന്റെ ക്ലേശങ്ങൾക്കിടയിലും അക്ഷരങ്ങളുടെ കൂട്ടുവിടാതെ എഴുത്തുവഴികളിൽ സജീവമായിരുന്നു അദ്ദേഹം. വിവിധ വിഷയങ്ങളിലായി 48 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക നഗരിയുടെ മതേതര മുഖത്തിന് തിളക്കം നൽകിയ വ്യക്തിത്വം. പരിസ്ഥിതി വിഷയങ്ങളിലെ ഉറച്ച നിലപാടുകളും സാമൂഹ്യ പ്രശ്നങ്ങളിലെ നിതാന്ത ജാഗ്രതയും ആലപ്പാട്ടച്ചനെ ശ്രദ്ധേയനാക്കിയിരുന്നു. ആലപ്പാട്ട് ആന്റണിയുടെയും റോസിയുടെയും മകനായി ജനനം. തൃശൂർ സേക്രഡ് ഹാർട്ട് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. തത്വശാസ്ത്ര ദൈവശാസ്ത്ര ബിരുദങ്ങളും സ്വന്തമാക്കി. 1995 വൈദിക പദവിയിൽ അഭിഷിക്തനായി. പാവറട്ടി, ഇരവിമംഗലം, കണ്ണംകുളങ്ങര, ചേറൂർ, കോളങ്ങാട്ടുകര, നെഹ്റു നഗർ എന്നിവിടങ്ങളിൽ ശുശ്രൂഷ നടത്തി. മാനസികാരോഗ്യ ആശുപത്രിക്ക് വേണ്ടി കേരള ഹൈക്കോടതി നിയമിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയിലും തൃശൂർ ജില്ലാ ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, കൊരട്ടി ഗവൺമെന്റ് ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഉപദേശക സമിതിയിലും അംഗമായിരുന്നു. പൂവിതൽ പൊഴിയുമ്പോൾ എന്ന രക്തദാന ഡോക്യുമെന്ററിയുടെയും TG രവി നായകനായി അഭിനയിച്ച ഓർമ്മകൾക്കപ്പുറം എന്ന ഷോർട്ട് ഫിലിമിന്റെയും സംവിധാനം നിർവഹിച്ചു. ജൂബിലി മിഷൻ സ്ഥാപക ഡയറക്ടർ, തൃശൂർ അതിരൂപത വികാരി ജനറൽ, സാന്ത്വനം ചെയർമാൻ, സത്സംഗ് രക്ഷാധികാരി, കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിന്റെ സാന്ത്വന സ്പർശമായിരുന്ന ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ വിയോഗം സഭയ്ക്കും സഭാമക്കൾക്കും മാത്രമല്ല സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർക്കും തീരാ നഷ്ടമായി മാറി. വൈദിക ജീവിതത്തോടൊപ്പം വൈദ്യശാസ്ത്രത്തെയും മനുഷ്യ സേവനത്തിനുള്ള ഉപാധിയാക്കി മാറ്റിയ ബിഷഗ്ഗുരനായിരുന്നു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. തന്റെ 72ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകത്തോട് വിട പറയുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിൽ നിരവധി പേർക്ക് സാന്ത്വന സ്പർശമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തൃശൂർ നഗരത്തിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഫ്രാൻസിസ് ആലപ്പാട്ടിന് ചെറുപ്പത്തിൽ തന്നെ വൈദികനാകണമെന്നായിരുന്നു മോഹമെങ്കിലും വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം BSc-യും MSc-യും പഠിച്ച ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS-നും ചേർന്നു. അപ്പോഴും വൈദികനാകണമെന്ന മോഹം മനസ്സിൽ കൊണ്ടുനടന്ന അദ്ദേഹം അക്കാലത്തും നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. തൃശൂർ പൂരനഗരിയിലെ ഒടിഞ്ഞുവീണ ഇലഞ്ഞിമരത്തിന് നൽകിയ പരിചരണം മാതൃകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ പൂരം വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ജൂബിലി മിഷൻ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയത് ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ ഇടപെടലോടുകൂടിയായിരുന്നു. ജില്ലയിലെ ആരോഗ്യ ജീവകാരുണ്യ മേഖലകളിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച നിരവധി സ്ഥാപനങ്ങളുടെ ചുക്കാൻ പിടിച്ചതും ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടാണ്. കോവിഡ് ബാധിതനായതിനെ തുടർന്ന് ശാരീരിക അവശതകൾ നേരിട്ട അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തോളമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പിന്നീട് നടത്തും. ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ കണ്ണുകൾ ദാനം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. പുതിയ പാതകൾ വെട്ടിത്തുറന്നുള്ള ജീവിതമായിരുന്നു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിനിതെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. ഡോക്ടറായ ശേഷം വൈദികനായ അപൂർവം ആളുകളിൽ ഒരാളാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടെന്നും ടോണി നീലങ്കാവിൽ അനുസ്മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ഫോറം ആരംഭിച്ചത്. വൈദികനായ ശേഷവും അദ്ദേഹം പുതിയ പാതകൾ വെട്ടിത്തുറന്നതിന്റെ ഉദാഹരണമാണ് തൃശൂരിന്റെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. പാവപ്പെട്ടവരുടെ ആശുപത്രിയായിരുന്ന ജൂബിലി മിഷൻ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതിന് ഡയറക്ടറായിരുന്ന ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും മാർ ടോണി നീലങ്കാവിൽ അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം സമഗ്രമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എപ്പോഴും പുതിയ പാതകൾ വെട്ടിത്തുറന്നിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. നമുക്കറിയാവുന്നതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് അദ്ദേഹം ബ്ലഡ് ഡൊണേഴ്സ് ഫോറം കേരളത്തിൽ സ്ഥാപിച്ചത്. അതിനെ തുടർന്നാണ് അദ്ദേഹം പൗരോഹിത്യ വിളി സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. ചെന്നൈയിലും ട്രിവാൻഡ്രത്തും പിന്നീട് തൃശ്ശൂരും മംഗലപ്പുഴ സെമിനാരി ആലുവയിലുമാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പുതിയ പാതകൾ വെട്ടിത്തുറന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ജൂബിലി മെഡിക്കൽ കോളേജ്. ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. മലർമാതിൻ കാന്തൻ വസുദേവാ
കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ബ്രോഷർ തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. 24, 25, 26 എന്നീ തീയതികളിലാണ് തിരുനാൾ. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, ഫാദർ അമൽ ചാടൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളായ CV സേവിയർ, ലെസ്ലി ജോസഫ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് നിന്ന് 6 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിയിട്ടതിനടിയിൽ പാമ്പ് അടയിരുന്നത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, സഹായി ഷമീർ തൊടിയൂർ എന്നിവരെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡിവിഷന് കൈമാറി. തിരുവനന്തപുരം ആനയറ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് കാരണക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആത്മീയ ആചാര്യ സന്യാസി സഭ. കുടപ്പനക്കുന്ന് ഇരിപ്പുകുഴി നിവാസി വിഷ്ണുവിനെയാണ് തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂജാരിമാർ, വാദ്യക്കാർ, കഴകക്കാർ എന്നിവരെ മാനസികമായി തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര അധികാരികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നും സഭാ ഭാരവാഹികൾ ആരോപിച്ചു. ക്ഷേത്ര ജീവനക്കാർ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയില്ലെന്നും സഹപ്രവർത്തകനായ മേൽശാന്തിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ക്ഷേത്രാങ്കണങ്ങളിൽ 1 മണിക്കൂർ നേരം പ്രതിഷേധ സദസ്സ് നടത്തുമെന്നും ആത്മീയ ആചാര്യ സന്യാസി സഭ സംസ്ഥാന പ്രസിഡന്റ് ബാബുസ്വാമി, ജോയിന്റ് സെക്രട്ടറി മധു പനങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധരുടെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തി നിർഭരമായി. ജോർജിന്റെ കുതിരപ്പുറത്തുള്ള പ്രതീകാത്മകമായ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണത്തെ ആകർഷകമാക്കി. വിശുദ്ധ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കാർമ്മികരായ വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, CA മാഗി എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വേനൽത്തുമ്പി അവധിക്കാല ബാലവേദി ക്യാമ്പിന്റെ ഭാഗമായി കളിമൺ ശില്പനിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. കലാകാരൻ നികേഷ് കണ്ണൻ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. കലാകാരൻ സുനിൽ സബര്യ, വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, ബാലവേദി പ്രോഗ്രാം കോർഡിനേറ്റർ PA രവി, വനിതാവേദി പ്രസിഡന്റ് ഷൈജ ഹുസൈൻ, ബാലവേദി അംഗങ്ങളായ പാർവണ K പ്രിൻസ്, അനന്തു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ സിൻഡോ മാടവന നിർവഹിച്ചു. ജനറൽ കൺവീനർ സിൻജോ ജോർജ്, ജോയിന്റ് കൺവീനർ ജിജോയ് ഫ്രാൻസിസ്, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച കൂടുതുറക്കൽ ശുശ്രൂഷയും അമ്പെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ചയാണ് തിരുനാൾ. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ മുന്നോടിയായി ഗുരുവായൂരപ്പന് വെണ്ണ അവിൽ സമർപ്പണ ഘോഷയാത്ര വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര പുറപ്പെടും. 10 മുതൽ 19 വരെയാണ് ബലരാമ ജയന്തി ആഘോഷം. 10 രാവിലെ ചൊവ്വലൂർ സുനിലിന്റെ മേളത്തോടെ കാഴ്ചശിവേലി, വൈകിട്ട് 300-ലേറെ പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തും. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7-ന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന സുഭദ്ര ഹരണം കഥകളിയും ഉണ്ടാകും. ദിവസവും കാഴ്ചശിവേലി, ചുറ്റുവിളക്ക് കലാപരിപാടികൾ, തായമ്പക, വൈകിട്ട് കഞ്ഞിയും പുഴുക്കും എന്നിവയും ഉണ്ടാകും. 19-നാണ് ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. വിശേഷാൽ പിറന്നാൾ സദ്യ, ആൽത്തറമേളം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ്,
ദേവ സഹോദര സംഗമം എന്നിവയും ഉണ്ടാകും. പ്രസിഡന്റ് പി. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് ബാബു വീട്ടിലയിൽ, SV ഷാജി, KS മോഹനൻ, താരാദാസ്, മിനി തൈവളപ്പിൽ, ജ്യോത്സ്ന A. മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. കേരളം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ജില്ലയിൽ 2839 പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. തൃശൂരിൽ കത്തിക്കയറി കിറ്റ് വിവാദം. അഞ്ചേരിച്ചിറയിലെ അച്ചാർ കമ്പനിയിൽ വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകൾ LDF പ്രവർത്തകർ പിടികൂടി. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ കളക്ടറേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റായ മുൻ MLA CC ബൂത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന് ജാമ്യം അനുവദിച്ചു. അസ്ഗർ മജീദിനാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനായി ചിറക്കൽ കോവിലകം ചന്ദ്രമോഹനൻ രാജ സ്ഥാനമേറ്റു. വലിയ തമ്പുരാനായിരുന്ന പുത്തൻ കോവിലകം കുഞ്ഞുണ്ണി രാജയുടെ നിര്യാണത്തെ തുടർന്നാണ് ചന്ദ്രമോഹനൻ രാജ വലിയ തമ്പുരാനായി ചുമതലയേറ്റത്. ചെങ്ങലൂർ വളഞ്ഞുപാടത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിക്കപ്പ് വാനിലിടിച്ച് അപകടം. 6 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Yeah.